ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെയും ചൈന ഉൾപ്പെടെയുള്ള ടെഹ്റാന്റെ പ്രധാന വ്യാപാര പങ്കാളികളെയും ബാധിച്ചേക്കാവുന്ന പുതിയ ഒരു സാമ്പത്തിക ഉപരോധം തിങ്കളാഴ്ച പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അമേരിക്ക. ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിരവധിയായി വർദ്ധിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്. ഇറാനെതിരെ ഈ സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാനുള്ള നീക്കം ഐക്യരാഷ്ട്രസഭയിലെ ഓരോ സ്വതന്ത്ര അംഗരാജ്യത്തിന്മേൽ ഉള്ള അതിർത്തിക്കപ്പുറമുള്ള പരമാധികാരം സ്ഥാപിക്കാനുള്ള ശ്രമത്തിന് തുല്യമാണ് എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കുന്നത്. ഇറാന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം, അതായത് ജീവൻ രക്ഷാ മാർഗം നൽകുന്ന ഏതൊരു രാജ്യത്തിനും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് യുഎസിനുള്ളത്. നമുക്കറിയാം, ചൈനയുമായി ഏറ്റവും അധികം വ്യാപാര ബന്ധമുണ്ട്, തായ്വാനുമായി ഇറാൻ വ്യാപാര ബന്ധമുണ്ട്, UAE-യുമായി ദീർഘകാല വ്യാപാര ബന്ധമുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇത് ബാധിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്ത് സംഭവിക്കുന്നു എന്ന് US നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് അവിടുന്ന് ഉള്ള വിശദീകരണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ആശങ്കകൾ ഇറാനിലും മറ്റ് സഖ്യരാജ്യങ്ങളിലും അടക്കം പടരുന്ന ഒരു പശ്ചാത്തലം കൂടി ചേർക്കണം. ഏതൊക്കെ തരത്തിലാണ് അമേരിക്കയെ നടപ്പിലാക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. BR കാർത്തിക് വിവരങ്ങൾ അയച്ചു വരും. കാർത്തിക്, യുദ്ധത്തിൽ പരാജയപ്പെട്ടു തങ്ങളെന്ന തരത്തിലുള്ള ചില നിഗമനങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിലാണ് പുതിയൊരു യുദ്ധം, അതായത് ഇപ്പോൾ തന്നെ നിരവധി ഉപരോധങ്ങളുണ്ട് ഇറാനെതിരെ. ഇപ്പോൾ കൂടുതൽ ഉപരോധങ്ങൾ കടുപ്പിക്കുമ്പോൾ, ഒപ്പം ഇറാനുമായി ബന്ധപ്പെട്ട് വ്യാപാരം നടത്തുന്നവരേക്ക് കൂടെ പോകുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? രഞ്ജിത്ത്, 75 ദിവസത്തിനപ്പുറം അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുൻപ് നിലവിലെ യുദ്ധം സൃഷ്ടിച്ച സാഹചര്യം അത് ട്രംപിനും അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിനും ഉണ്ടാക്കിയ പ്രതിച്ഛായയിൽ ഏൽപ്പിച്ച മങ്ങൽ അത് മാറ്റിയെടുക്കുക, ഇതാണ് ട്രംപിന് മുന്നിലുള്ള വെല്ലുവിളി. ആദ്യഘട്ടത്തിൽ സൈനികമായ ആക്രമണങ്ങൾ നടത്തി ഇറാൻ വഴങ്ങിയില്ല. രണ്ടാം ഘട്ടത്തിൽ സാമ്പത്തിക ഉപരോധങ്ങൾ കൂടുതൽ കടുപ്പിച്ചു. പിന്നെ നയതന്ത്ര ഇടപെടലിലൂടെ ജൂണിൽ ഒരു പ്രാഥമിക ധാരണ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും ഒപ്പിടുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കരാർ ലംഘിച്ചുകൊണ്ട് വീണ്ടും ആക്രമണവും പ്രത്യാക്രമണവും ഉണ്ടായി. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നൊരു കൃത്യമായ പദ്ധതി അമേരിക്കയ്ക്ക് മുന്നിലില്ല എന്നതാണ്. മാത്രമല്ല, ഇറാനാകട്ടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കൊന്നും വഴങ്ങുന്നുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്ക ഒരു പുതിയ യുദ്ധമുറ സ്വീകരിക്കുന്നു. അതായത് നിലവിൽ തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാനുമേൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന എക്കണോമിക് വാർഫെയറിന് തയ്യാറെടുത്തു എന്ന് പ്രഖ്യാപനം അമേരിക്ക നടത്തുന്നു. അതായത് സാമ്പത്തികമായി എല്ലാ രീതിയിലും ഇറാനെ വരിഞ്ഞ് മുറുകുക, അതിലൂടെ സമ്മർദ്ദത്തിലാക്കുക, വരുതിയിലാക്കി നയതന്ത്ര ചർച്ചകളിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരിക. ഇതാണ് ഒരു ആസൂത്രണമായി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. തിങ്കളാഴ്ച US-ന്റെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഏത് തരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അതിൻ്റെ നിർദ്ദേശങ്ങളടക്കം വിശദീകരിക്കുകയും ചെയ്യും. അതിനുശേഷം മാത്രമേ നിബന്ധനകൾ എന്തൊക്കെ എന്ന് വ്യക്തമാവുകയുള്ളൂ. എങ്കിൽ കൂടിയും അമേരിക്ക ലക്ഷ്യമിടുന്നത് സ്വാഭാവികമായും ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങളെ എല്ലാം തന്നെ അതിൽ നിന്ന് വിലക്കുക. അതായത് ഇറാനുമായി വ്യാപാര ബന്ധത്തിലുള്ള രാജ്യങ്ങളെ എല്ലാം തന്നെ അതിൽ നിന്ന് വിലക്കുക. അതിലൂടെ സാമ്പത്തികമായി ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക. നിലവിൽ അവിടെ പണപ്പെരുപ്പ തോത് 350% മുകളിലാണ്. സാധാരണക്കാരുടെ ജീവിതം വലിയ തോതിൽ ബാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ എക്കണോമിക് വാർഫെയർ എന്ന പ്രഖ്യാപനത്തോടും അതേ നാണയത്തിൽ തന്നെയാണ് ഇറാന്റെ പ്രതികരണങ്ങൾ വരുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതായത് ഈ സാമ്പത്തിക ഉപരോധത്തെ നേരിടാനും ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി തന്നെ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന്റെ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് 14 വർഷം മുൻപ് സാമ്പത്തികമായി ഉപരോധിച്ചു തുടങ്ങിയതാണ്, അതിൽ നിങ്ങൾ പരാജയപ്പെട്ടു. 8 വർഷം മുൻപ് മറ്റു തരത്തിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി, അതിൽ പരാജയപ്പെട്ടു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിൽ പരാജയപ്പെട്ടു, ഹോർമൂസിൽ പരാജയപ്പെട്ടു. ഈ വാർഫെയർ, അതായത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച എക്കണോമിക് വാർഫെയറും അതും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം വരുന്നത്. അതായത് എന്ത് തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള ശേഷി ഉണ്ട് എന്ന് ഇറാൻ പരസ്യമായ പ്രതികരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, അമേരിക്ക ഇതിലൂടെ ഈ സാമ്പത്തിക ഉപരോധത്തിലൂടെ ലക്ഷ്യമിടുന്നത് ചൈനയെ കൂടിയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് നമുക്കറിയാം, ഈ യുദ്ധം പ്രത്യക്ഷത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലാണെങ്കിലും പല അന്താരാഷ്ട്ര വിദഗ്ധരും പല രീതിയിലുള്ള വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അവർ വിലയിരുത്തുന്നത് ചൈനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ ഒരു യുദ്ധം എന്നതുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ വരുന്നത്. അതിനെ സാധൂകരിക്കുന്ന വിധമാണ് എക്കണോമിക് വാർഫെയർ എന്ന പുതിയ സമര മുറ
അമേരിക്ക സ്വീകരിക്കുമ്പോൾ ഏതായാലും അത് അമേരിക്ക പറയുന്നത് ഇറാനെ സഹായിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഇത് ബാധകമായിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയ സഹായം ഇറാന് കൊടുത്താൽ അവർക്കെതിരെയും ഈ ഉപരോധം ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ ചൈനയ്ക്കെതിരെയൊക്കെയുള്ള കടുത്ത ഈ അഭിപ്രായ പ്രകടനമൊക്കെ എങ്ങനെ അമേരിക്ക നടപ്പിലാക്കുമെന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് UAE-യും ഇറാനുമായി വ്യാപാര ബന്ധത്തിലുള്ള ഒരു രാജ്യമാണ്. അവർക്കെതിരെയൊക്കെ അങ്ങനെ നടപ്പിലാക്കാൻ അമേരിക്കയ്ക്കാകുമോ എന്നുള്ള സംശയം കൂടി ഉണ്ടല്ലോ കാർത്തിക്. രഞ്ജിത്ത്, 2025 കെപ്ലറുടെ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ഇറാന്റെ എണ്ണ ഇറക്കുമതിയിൽ 80% ചൈനയിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക ഉപരോധം പ്രഖ്യാപിക്കുമ്പോൾ അതിനോട് ചൈനയുടെ പ്രതികരണം എന്തായിരിക്കും എന്നത് നിർണായകമാണ്. ആദ്യമായി ഈ ഘട്ടത്തിൽ വന്ന പ്രതികരണം ചൈനയുടെ വിദേശകാര്യ വക്താവിൻ്റെയാണ്. ലിൻ ജിയാൻ്റെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. കാരണം ഇത് വകവയ്ക്കുന്നില്ല എന്ന് വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്രതികരണമാണ് ലിൻ ജിയാൻ നടത്തിയിരിക്കുന്നത്. അതായത് സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഒറ്റപ്പെടുത്തുകയല്ല നിലവിലെ പരിഹാരം, നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണം, അതിന് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും അഭ്യർത്ഥിക്കുന്നു എന്നാണ് ചൈനീസ് വിദേശകാര്യ വക്താവിൻ്റെ പ്രതികരണമായി വന്നിരിക്കുന്നത്. അതായത് ടെഹ്റാന് മേൽ ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായ സാമ്പത്തിക ഉപരോധങ്ങൾ അമേരിക്ക പ്രഖ്യാപിക്കുമ്പോൾ അതിൽ മറ്റ് രാജ്യങ്ങൾക്ക്, അവരുമായി സഹകരിക്കുന്ന രാജ്യങ്ങളെ നേരിടും എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിനോട് സഹകരിക്കുന്ന മനോഭാവത്തിലല്ല ചൈനയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ വരുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. മാത്രമല്ല ഇറാനിൽ കൂടുതൽ വിദേശ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. നമുക്കറിയാം, സൗത്ത് ഖൊറാസാനിൽ ഖനന പദ്ധതിക്കായി സ്പാനിഷ് കമ്പനി വരുന്നു. UAE, തുർക്കി, ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ നിക്ഷേപകരും അടുത്തിടെയായി സൗത്ത് ഖൊറാസാനിൽ നിക്ഷേപത്തിനായൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് മറ്റ് രാജ്യങ്ങളെ, അതായത് ഇറാനെ സഹായിക്കുന്ന മറ്റ് രാജ്യങ്ങളെ വിലക്കിക്കൊണ്ട് സമ്മർദ്ദ തന്ത്രത്തിലേക്ക് കാര്യങ്ങൾ വരുതിയിലാക്കാൻ അമേരിക്ക കണക്ക് കൂട്ടുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് കണ്ടറിയണം. എന്തായാലും നിലവിൽ ഇറാൻ ഏർപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അത് കൂടുതൽ രൂക്ഷമാക്കുന്ന നിലയിലേക്കാകും തിങ്കളാഴ്ച അമേരിക്ക പ്രഖ്യാപിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൻ്റെ നിബന്ധനകൾ എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. പക്ഷേ അതിലും വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങും എന്ന സൂചനകൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അതിനെയും നേരിടാൻ തയ്യാറാണ് എന്ന തരത്തിലാണ് ഇറാനിലെ വിവിധ നേതാക്കളുടെ പ്രതികരണമായി പുറത്തു വരുന്നത്. തീർച്ചയായും. ഏതായാലും ഇതനുസരിച്ച് ഹോർമുസിലൊക്കെ അമേരിക്കക്കെതിരെ ഇറാന് ഉപരോധം കടുപ്പിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആയിരക്കണക്കിന് കപ്പലുകളാണ് ഇപ്പോൾ ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊപ്പമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് അമേരിക്കയ്ക്കെതിരെ മാസങ്ങളായി തുടരുന്ന യുദ്ധം ഞങ്ങൾ ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇറാൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാം എന്ന് അമേരിക്കയോട് ആഹ്വാനം ചെയ്യാനുള്ള ധൈര്യം കൂടി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രകടിപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.